നമസ്കാരം. ദ സീക്രട്ട് എന്ന ലോകപ്രശസ്തമായ പുസ്തകത്തെക്കുറിച്ചും അതിലെ ആശയങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തെ ശരിക്കും നിയന്ത്രിക്കുന്നത് എന്താണ്? നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ അറിയാത്ത എന്ത് ശക്തിയാണുള്ളത്? നമുക്കൊരുമിച്ചതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ചില ആളുകൾക്ക് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കുന്നു. അവർ തൊട്ടതെല്ലാം പൊന്നാകുന്നതുപോലെ തോന്നും. പക്ഷെ മറ്റു ചിലർ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും പിന്നോട്ട് തന്നെ പോകുന്നു. നമ്മൾ പലപ്പോഴും കരുതും ഇതെല്ലാം ഭാഗ്യമാണ്, അല്ലെങ്കിൽ വിധിയാണ്, അതുമല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് കളികളാണ് എന്നൊക്കെ. എന്നാൽ ഇവിടെയാണ് ദ സീക്രട്ട് എന്ന ആശയം ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നത്. നമ്മുടെ എല്ലാം പൊതുവായ വിശ്വാസം പുറത്തുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ്. പക്ഷേ ദ സീക്രട്ട് പറയുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ്, നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് നിങ്ങളുടെ പുറത്തുള്ള ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അതായത് ജീവിതം നമുക്ക് വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല, അത് നമ്മളോട് പ്രതികരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈയൊരു വലിയ ആശയത്തെ നമുക്ക് 4 പ്രധാനപ്പെട്ട നിയമങ്ങളായി തിരിച്ച് മനസ്സിലാക്കാം. ഈ ഓരോ നിയമങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം. നമ്മുടെ ആദ്യത്തെ പോയിന്റ് വിധിയെക്കുറിച്ചാണ്. വിധിയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആരോ മുൻകൂട്ടി എഴുതിവെച്ച ഒരു തിരക്കഥ പോലെയാണ്, അല്ലേ? എന്നാൽ ശരിക്കും നമ്മുടെ ജീവിതകഥയുടെ യഥാർത്ഥ എഴുത്തുകാരൻ നമ്മൾ തന്നെയാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും ചിന്തകളിലൂടെ നമ്മൾ തന്നെയാണ് നമ്മുടെ വിധി എഴുതുന്നത്. ഇതിന് പിന്നിലെ അടിസ്ഥാന തത്വമാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം. വളരെ സിമ്പിളായി പറഞ്ഞാൽ സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും ഒരു കാന്തം പോലെയാണ്. അത് അതേപോലെയുള്ള അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. അപ്പോൾ ആകർഷണ നിയമത്തിലെ ഒന്നാമത്തെ റൂൾ ഇതാണ്: നിങ്ങൾ അയക്കുന്ന സിഗ്നലുകൾ. നിങ്ങൾ ഓരോരുത്തരും ഒരു ഹ്യൂമൻ ട്രാൻസ്മിറ്റർ ആണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിമിഷവും നിങ്ങളിൽ നിന്ന് ഒരു സിഗ്നല്, ഒരു ഫ്രീക്വൻസി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെ ഒരു റേഡിയോ ആയിട്ട് ഉപമിക്കാം. നമ്മളൊരു റേഡിയോ 93.5 FM ട്യൂൺ ചെയ്താൽ ആ സ്റ്റേഷനിലെ പാട്ടുകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുക. 98.6 പാട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് റേഡിയോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഫ്രീക്വൻസി മാറ്റണം, അല്ലേ? അതുപോലെ നമ്മുടെ സ്ഥിരമായ ചിന്തകളും വികാരങ്ങളുമാണ് നമ്മുടെ ഫ്രീക്വൻസി. ജീവിതം നമുക്ക് തിരിച്ചു തരുന്നത് ആ ഫ്രീക്വൻസിയുമായി യോജിക്കുന്ന അനുഭവങ്ങളാണ്. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ ചിലപ്പോൾ പോസിറ്റീവായ വാക്കുകൾ പറയുമായിരിക്കും, എനിക്ക് സന്തോഷം വേണമെന്നൊക്കെ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് എന്താണ്? പേടിയും നിരാശയുമാണെങ്കിൽ ആകർഷണ നിയമം നമ്മുടെ വാക്കുകളെയല്ല ശ്രദ്ധിക്കുന്നത്. അത് പിടിച്ചെടുക്കുന്നത് നമ്മുടെ ഉള്ളിലെ ആ വികാരത്തിന്റെ സിഗ്നലാണ്, ആ വൈബ്രേഷനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് വരാം. നിങ്ങളുടെ ആന്തരിക ചിത്രം അഥവാ നിങ്ങളുടെ സെൽഫ് ഇമേജ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നുവോ അതുപോലെയായിരിക്കും ജീവിതവും നിങ്ങളെ കാണുന്നത്. ഈയൊരു ഉദാഹരണം വളരെ ശക്തമാണല്ലേ? നമ്മുടെ പുറത്തുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഇമേജിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് അതിൽ കാണുന്ന പ്രതിബിംബത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലെ ചിത്രം മാറാതെ പുറത്തെ ലോകം മാറുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഇത്ര തവണ നമ്മളോട് തന്നെ ഇങ്ങനെ പറയാറുണ്ടല്ലേ, എനിക്ക് അത്രയ്ക്കുള്ള കഴിവൊന്നുമില്ല, അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, എനിക്ക് ഇത്രയൊക്കെ മതി. നമ്മൾ പോലും അറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ സാധ്യതകളുടെ മുകളിൽ ഒരു അതിർവര വരയ്ക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിനയത്തിന്റെ ഭാഗമാണെന്ന്. പക്ഷേ ദ സീക്രട്ട് പറയുന്നത് ഇത് വിനയമല്ല, മറിച്ച് ചെറുപ്പം മുതൽ നമ്മൾ കേട്ടും അനുഭവിച്ചും പഠിച്ച ചില കണ്ടീഷനിങ്ങുകളാണ്. നമ്മൾ സ്വയം നിർമ്മിക്കുന്ന ഈ പരിധികളെയാണ് ആകർഷണ നിയമം നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുന്നത്. അടുത്തത് മൂന്നാമത്തെ നിയമം. ഒരുപക്ഷേ ഇതിലെ ഏറ്റവും പവർഫുള്ളായ നിയമം ഇതാണ്: ഇന്ന് നിങ്ങൾ എന്തനുഭവിക്കുന്നു എന്നുള്ളത്. കാരണം ആകർഷണ നിയമത്തിന് മനസ്സിലാകുന്ന ഒരേയൊരു ഭാഷ അനുഭവമാണ്, ഫീലിംഗ് ആണ്. നമ്മൾ സാധാരണയായി ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ആ ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പിയാകും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാകും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തെയും സമാധാനത്തെയും ഭാവിയിലെ ഏതോ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ നിമിഷം പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ എന്താണ്? എനിക്കിപ്പോൾ സന്തോഷമില്ല, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അതായത് അസംതൃപ്തി. ജീവിതം ആ സിഗ്നലിനോടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ അനുഭവിക്കണോ? അത് നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയല്ലേ എന്ന് തോന്നാം. പക്ഷെ അതൊരു വഞ്ചനയല്ല, അതൊരു തയ്യാറെടുപ്പാണ്. ഒരു കായികതാര മത്സരത്തിന് മുൻപ് വിജയിക്കുന്നത് മനസ്സിൽ കണ്ട് പരിശീലിക്കുന്നത് പോലെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടിയാൽ ഉണ്ടാവുന്ന ആ സന്തോഷവും സമാധാനവും ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക. പ്രപഞ്ചത്തിലേക്ക് അയക്കേണ്ട ശരിയായ സിഗ്നൽ അതാണ്. ഇനി നാലാമത്തെ നിയമം. ശരി, നമ്മൾ ചിന്തിച്ചു, ഫീൽ ചെയ്തു.
ഇനി വെറുതെ ഇരുന്നാൽ മതിയോ? പ്രവർത്തനം വേണ്ടേ? തീർച്ചയായും വേണം. പക്ഷേ ആ പ്രവർത്തനം എവിടെ നിന്ന് വരുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ ജീവിതത്തോട് പോരാടുകയാണോ അതോ ജീവിതത്തോടൊപ്പം ഒഴുകുകയാണോ? നോക്കൂ, 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന്, ഭയത്തിൽ നിന്ന് വരുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന പേടിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമ്മളെ വല്ലാതെ ക്ഷീണിപ്പിക്കും. എന്നാൽ രണ്ടാമത്തത് വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനമാണ്. അതിനെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു നിർബന്ധമല്ല, അതൊരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതൊരു പോരാട്ടമല്ല, നമുക്ക് ഊർജം തരുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മൾ ഉള്ളിൽ ശരിയായ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ജീവിതം നമുക്ക് ചെറിയ സൂചനകൾ തന്നു തുടങ്ങും. ഒരു ജെന്റിൽ പുഷ് പോലെ. ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള മുഴുവൻ വഴിയും ഗൂഗിൾ മാപ്പ് പോലെ ഒരുമിച്ച് കാണിച്ചു തരില്ല. പകരം അടുത്ത ചുവട് എങ്ങോട്ട് വെക്കണമെന്ന് മാത്രം കാണിച്ചു തരും. ആ ചെറിയ ചുവട് വിശ്വാസത്തോടെ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഈ 4 നിയമങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ സത്യത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി, നിങ്ങൾ തിരിച്ചറിയേണ്ട നിമിഷം. ഈ ആശയം വളരെ ആഴത്തിലുള്ളതാണ്. ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഇരയുടെ വിക്ടിം എന്ന സ്ഥാനത്ത് നമ്മളെ തന്നെ കാണാറുണ്ട്. എന്നാൽ ദ സീക്രട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളൊരു വിക്ടിമല്ല, നിങ്ങളൊരു ട്രാൻസ്മിറ്ററാണ്, സിഗ്നലുകൾ അയക്കുന്നയാൾ. ജീവിതം നിങ്ങളെ ശിക്ഷിക്കുകയോ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ അല്ല, അത് നിങ്ങൾ അയക്കുന്ന സിഗ്നലുകളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈയൊരു തിരിച്ചറിവ് മാത്രം മതി നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റാൻ. കാരണം ആ സിഗ്നൽ മാറ്റാനുള്ള റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഈയൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം ചേർന്ന് നിങ്ങൾ ഇന്ന് ഈ നിമിഷം പ്രപഞ്ചത്തിലേക്ക് എന്ത് സിഗ്നലാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്? ഓർക്കുക, നിങ്ങൾ ഇന്ന് അയക്കുന്ന ആ സിഗ്നലാണ് നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്.